ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു ഫാഷൻ ഷോയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയും പിള്ളേരും അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവരെയും കൂടി ടൗണിൽ ഇറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചേട്ടാ എന്നെ അവിടെ കൊണ്ടുപോയി വിടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ പോകുന്നത്, എൻ്റെ ഫ്രണ്ട് അഞ്ജന ചേച്ചിയും കൂടി ഉണ്ട്. അപ്പോൾ ചേച്ചി നേരെ പാലായ്ക്ക് വന്നോളാന്ന് പറഞ്ഞു. എനിക്ക് നേരത്തെ പാലായ്ക്ക് വേണ്ടി ചെറിയൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കൊട്ടാരം മറ്റേ സ്റ്റാൻഡിലെത്തി. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് KSRTCയിലേക്കാണ് പോകേണ്ടത്. ഞാനാണ് ചോദിക്കാതെ കൊട്ടാരം മറ്റേ ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ പിന്നെ ചേച്ചി അവിടെ നിന്ന് എനിക്ക് ബസ്സിൽ നിന്ന് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഇടയ്ക്ക് ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോയ സമയത്ത് എനിക്ക് അവിടെ നിന്ന് ടോപ്പും ബാഗും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ ഫാഷൻ ഷോയ്ക്ക് ഇടാനുള്ള ഡ്രസ്സും അവിടെ നിന്ന് ചേച്ചിയുടെ അടുത്ത് ഞാൻ വീഡിയോ കോൾ ചെയ്ത് അങ്ങനെ വിളിച്ച് നോക്കി ഞാൻ സെലക്ട് ചെയ്യുമായിരുന്നു ചെയ്തേ. അപ്പോൾ അതെല്ലാം ആ കവറിനകത്താട്ടോ. ബാംഗ്ലൂർ നല്ല അടിപൊളി കളക്ഷൻ ആയിരുന്നു. വീഡിയോ കോൾ ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്കത് ഫുള്ള് വാരി എടുക്കാൻ തോന്നും. ഞങ്ങൾ രണ്ടും കുറേ നാളായിട്ട് ബാംഗ്ലൂർ ഗേൾസ് ട്രിപ്പ് പോകണം എന്നൊക്കെ ഭയങ്കര പ്ലാനിങ് ആണ്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ജന ചേച്ചിയും വന്നു. ഇവിടെ നിന്ന് ഒരു കാലടി ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നിട്ടും ബസ് വന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ തൊടുപുഴ ബസ് കയറി തൊടുപുഴ സ്റ്റാൻഡിൽ ചെന്നു. അവിടെയും കുറേ നേരം പോസ്റ്റ് അടിച്ചിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ഒരു അങ്കമാലി ബസ് കിട്ടി. അതിന് കയറി ഞങ്ങൾ അങ്കമാലിയിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നത് അങ്കമാലിയിലായിരുന്നു. ഓൺലൈൻ വഴി ആട്ടോ ബുക്ക് ചെയ്തത്. അപ്പം കാലടിയിലൊക്കെ കുറച്ച് റേറ്റ് കൂടുതൽ കാണിച്ചപ്പം അങ്കമാലിയിൽ റേറ്റ് കുറവിനൊരു റൂം കിട്ടി. അപ്പോൾ പിന്നെ ആ ഒരു റൂം ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷെ ആകെ ഒരു പണി കിട്ടിയത് തൊടുപുഴയിൽ നിന്ന് അങ്കമാലി വരെ നിൽക്കേണ്ടി വന്നു കേട്ടോ. ഒരു 3-3.5 മണിക്കൂർ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് അത്രയും സമയം കാൽവേദനയൊക്കെ എടുത്ത് നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും റൂമിൽ ചെന്നാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അങ്കമാലി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ നടക്കാനുള്ള ദൂരമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡും കഴിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ട് രണ്ടാൾ ഷെയർ ചെയ്തു. ഞാനും ശ്രീചേച്ചിയും പോകുമ്പോഴും ഇങ്ങനെ കേട്ടോ. ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഷെയർ ആക്കും. ഒരെണ്ണം തന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടുതലാണ്. പിന്നെ കറിയൊന്നും വാങ്ങിയില്ല കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങനെ കറി വേണ്ട, ചേച്ചിക്കും വേണ്ട. പിന്നെ ഇതിൽ ചൂട് ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് മിക്സ്ഡ് ആയതുകൊണ്ട് നമ്മൾ പിന്നെ അതൊക്കെ കഴിച്ചു. നേരെ ഹോട്ടലിൽ ചെന്നു. അപ്പം ഹോട്ടൽ ചീറ്റിങ്ങിലോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു കേട്ടോ. അത്ര സുഖമൊന്നുമില്ലായിരുന്നു. ചെന്ന് കയറിയപ്പോൾ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ റിവ്യൂ പിക്സും കാണാനൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പണി കിട്ടിയത് റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് നന്നായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ഉറുമ്പുശല്യൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ പെട്ടെന്ന് ബുക്കൊക്കെ ചെയ്ത് വന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു കിട്ടും. ആ ഒരു റേറ്റിന് ഈ ഒരു റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1500 ആ ഒരു റേറ്റ് എങ്ങാണ്ടാണ്. വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നൊന്നുമില്ല. റൂമൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിരുന്നു. ബാത്റൂമൊക്കെ ആണെങ്കിൽ നല്ല ക്ലീൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ റൂമിൽ ചെന്നിട്ട് ആദ്യമേ തന്നെ കുറച്ചൊരു റെസ്റ്റ് എടുത്തു. നടന്ന് കാല് ഫുള്ള് വേദനയായിരുന്നു. ബസ്സിൽ നിന്ന് നല്ല കാല് വേദനയായിരുന്നു. അപ്പോൾ ചേച്ചി വരുന്ന വഴിക്ക് പ്ലം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പ്ലം കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കുറച്ച് നേരം പ്ലമ്മും കഴിച്ച് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓടിപ്പോയി പിന്നെ കുളിച്ചിട്ട് വന്നു. അപ്പോൾ ഒത്തിരി വൈകിയൊക്കെ കുളിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. നല്ല തലവേദനയും ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ കാപ്പി ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കും അവർ നമുക്ക് പാൽപ്പൊടിയും ബ്രൂവും പഞ്ചസാരയും എല്ലാം തന്നു കേട്ടോ. പിന്നെ കെറ്റിലും ഉണ്ടായിരുന്നില്ല. കെറ്റിലും ചോദിച്ചപ്പോൾ അവർ തന്നു. അങ്ങനെ അതിലിട്ട് നമ്മൾ കാപ്പി ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. പാൽപ്പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയത് കൊണ്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷെ കുടിച്ച് കഴിഞ്ഞപ്പോൾ നല്ലതായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. നല്ല ടയേർഡായിട്ടിരുന്നിട്ട് ഇച്ചിരി ചൂട് കാപ്പി കുടിച്ചുകൊണ്ടാണോ എന്നറിയില്ല. ഇത് കുറച്ച് ദിവസം മുമ്പ് പോയ ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഷുഗർ കട്ടൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്കാണ് രാത്രി ഇങ്ങനെ തലവേദന വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാര്യം എത്ര ഷുഗർ കട്ട് എടുത്താലും എനിക്ക് ചായ കാപ്പി ആ സാധനം കാണുമ്പോൾ പിന്നെയും ഭയങ്കര ക്രേവിങ്സ് ആണ്. ബാക്കി ചോക്ലേറ്റുകളും അല്ലാത്ത പലഹാരങ്ങൾ, കേക്കുകൾ അതൊക്കെ ഇപ്പോൾ ഒരുവിധം നല്ലോണം കൺട്രോൾ ചെയ്തു. പക്ഷേ ചിലപ്പോൾ തലവേദനയോ അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ നല്ല തണുപ്പൊക്കെ കാണുമ്പോഴത്തേനും ഈ ഒരു സാധനത്തിനോട് മാത്രം കുടിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ കർട്ടൺ ഒന്ന് മാറ്റി നോക്കിയപ്പോഴത്തേനും കാണാൻ ഒരു കാഴ്ചയില്ല കേട്ടോ. നേരെ അപ്പുറത്തെ ബിൽഡിംഗ് ആണ് കാണുന്നത്. അതുകൊണ്ട് പിന്നെ അതങ്ങ് അടച്ചിട്ട് എന്നിട്ട് പോയിട്ട് രണ്ടാളും ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായി കേട്ടോ ശരിക്കും ഫാഷൻ ഷോ കഴിഞ്ഞിട്ട്. നമ്മളതിൻ്റെ പിക്സൊക്കെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാ സാധനവും ഇവിടെ നിരത്തി വെച്ചിരുന്നു ഒരുങ്ങുന്നുണ്ട്. ഞാൻ പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സാധനവും പിന്നെ അവിടെ നിരത്തും. ഒരു സാധനം കാണാനായിട്ട് തപ്പുമ്പോഴത്തേക്കും ഫുള്ള് സാധനവും പിന്നെ അവിടെ നിരന്നിട്ടുണ്ടാവും. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ എല്ലാം അടുക്കി പിറക്കി വെച്ച് ഞങ്ങളിത് രണ്ടാളും പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രോപ്പ് ടോപ്പ് എനിക്ക് ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇതെടുത്തിട്ട് എൻ്റെ ജീൻസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും
ഫുൾ ബാഗൊക്കെ പാക്ക് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമുക്കൊരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കാലടിയിൽ ചെന്നാൽ മതി. ഞങ്ങളടുത്ത് ആ സമയത്ത് ചെല്ലാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 10 ആവാറായപ്പോഴാണ് അതുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് ഫുഡും കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് KSRTCയിലേക്ക് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നടക്കുന്ന വഴിക്ക് ഞങ്ങൾ നോക്കിയപ്പം ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടു. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്കമാലിയിൽ ഞങ്ങൾ കാണാത്തതുകൊണ്ടാണോ ഞങ്ങൾ കണ്ണിപ്പെടാത്തതാണോ എന്നല്ല, അധികം ഹോട്ടലുകളൊന്നും കണ്ടില്ല കേട്ടോ അങ്ങോട്ട് നടക്കുന്ന വഴിക്ക്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കിട്ടിയ ഹോട്ടലിൽ പോയി കഴിച്ചു. പക്ഷേ അടിപൊളി ഫുഡായിരുന്നു. അപ്പം ഞാൻ നെയ് റോസ്റ്റും ചേച്ചി പിന്നെ പൂരി സെറ്റും ആട്ടോ വാങ്ങിയത്. നെയ് റോസ്റ്റ് പിന്നെ പണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഡ്ഡലിയാണ് ചോദിച്ചത്, പക്ഷേ ഇഡ്ഡലി ഉണ്ടായിരുന്നില്ല. 3 കൂട്ടം ചമ്മന്തിയും സാമ്പാറും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ചേച്ചിയുടെ പൂരി മസാലയിൽ നിന്നും കൂടെ ചേച്ചി കുറച്ച് കഴിച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതും കഴിച്ചപ്പോഴും അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്കമാലി സ്റ്റാൻഡിൽ നിന്ന് കാലടിക്ക് ബസ് കയറിയിട്ടോ. കാലടി എത്തിയത് പോലും അറിഞ്ഞില്ല, ഇരുന്ന് പെട്ടെന്ന് കാലടി എത്തി. ഞങ്ങൾ രണ്ടും ഇങ്ങനെ വായി നോക്കിയിരിക്കട്ടോ. അപ്പോൾ കണ്ടക്ടർ, ഞങ്ങൾ ടിക്കറ്റ് എടുത്താൽ തൊട്ട് പുറകെയായിരുന്നു കാലടി എത്തി. കണ്ടക്ടർ കാലടി എത്തി ഇറങ്ങുന്നില്ലെന്ന് ചോദിച്ചപ്പോഴത്തേനും ഞങ്ങൾ രണ്ടാളും പിന്നെ ചാടി ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ കുറച്ച് ദൂരം ഉള്ളിലോട്ട് പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് ആ ഒരു ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ ഈ ഒരു മാഗ്നസ് ഓഡിറ്റോറിയം ആട്ടോ, ഇത് കുറച്ച് ഉള്ളിലായിട്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ ഇത്രയും ഉള്ളിലാണെന്ന് വിചാരിച്ചില്ല. അടുത്ത് കടകളേ ഉണ്ടായിരുന്നില്ല, നല്ല ഉള്ളിലായിട്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം വലിയ ഓഡിറ്റോറിയം ആട്ടും. അപ്പോൾ നമ്മളവിടെ ചെന്ന സമയത്ത് പരിപാടികളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സ്റ്റേജിലെ പരിപാടികളും പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ആവുമെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഓടിപ്പിടിച്ച് വന്നു കേട്ടോ. പക്ഷേ പ്രോഗ്രാമൊക്കെ കുറച്ച് ഡിലേ ആയിരുന്നു. ഞങ്ങളിങ്ങനെ ആദ്യം ഒരു 2 മണിക്കൂറോടെ പോസ്റ്റ് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ സ്റ്റേജിൽ പിന്നെ എല്ലാവരും നടന്നൊക്കെ പ്രാക്ടീസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്തൊക്കെ ഓരോരുത്തരായിട്ട് പ്രോഗ്രാമിനുള്ളവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ദൂരെ നിന്നുള്ളവരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു ഓഡിറ്റോറിയം ഫുള്ളായിട്ടും ആളുണ്ടായിരുന്നു. അത്രയ്ക്ക് ആൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചേച്ചി ഇരുന്നിരുന്ന് മടുത്തു. ലാസ്റ്റ് പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഐസ്ക്രീം വണ്ടി വന്നപ്പോൾ എന്നാൽ പോയി ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. പോസ്റ്റ് അടിച്ചിരുന്നിട്ടാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും പരിപാടി വേണ്ടി അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ പോയതാട്ടോ. പക്ഷെ നല്ല അടിപൊളി ഐസ്ക്രീം ആയിരുന്നു. എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മൾ അതിനകത്ത് മറ്റേ ക്യാരമൽ ഉണ്ടാവുമല്ലോ. അപ്പം സാധാരണ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളത് 1-2 ഐസ്ക്രീംസിൽ മാത്രമേ ഉള്ളൂ, ബട്ടർ സ്കോച്ചിൽ അങ്ങനത്തെ ഫ്ലേവറിലൊക്കെ. പക്ഷേ ഞങ്ങൾ രണ്ടാളും വാങ്ങിയ ഫ്ലേവറിലും ഈ ഒരു ക്യാരമൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു മൂലയ്ക്ക് മാറുന്നു ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയൊക്കെ ആയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാനുള്ള ആളൊന്നും കണ്ടില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ചേട്ടായിനെ വിളിച്ച് വരുത്തി. രാത്രി ആയിക്കഴിഞ്ഞാൽ തിരിച്ച് പോകാനുള്ള വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു. അലനെയും കൂട്ടിക്കൊണ്ടാണ് വന്നത്. എന്തായാലും ഡിലേ ആവുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ ചേട്ടായിനും കൂടെ വിളിച്ചു വരുത്തി. ഇന്ന് മര്യാദയ്ക്ക് രാവിലെ ചേട്ടൻ്റെ കൂടെ അവിടെ നിന്ന് പോന്നാൽ മതിയായിരുന്നു. ഞങ്ങൾ രാവിലെ പ്രോഗ്രാം ഇപ്പോൾ സ്റ്റാർട്ടാവും അങ്ങനെ വിചാരിച്ചിട്ട് ഇന്നലെ ഇവിടെ വന്ന് താമസിച്ചാട്ടോ. അങ്ങനെ എന്തായാലും ഒരു 3 ആവാറായപ്പോഴത്തേക്കാണ് നമുക്ക് അവർ സ്പേസൊക്കെ തന്നത്. നമ്മളിത് അവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയപ്പോഴത്തേക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നമ്മൾ കഴിച്ചിട്ട് വന്നതാണ്. പിന്നെ ചേട്ടായി പോയിട്ട് എനിക്കൊരു ബർഗറോ എന്തോ വാങ്ങി തന്നു. അപ്പം അത് കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ചേച്ചിക്കാണെങ്കിൽ കൊടുത്തിട്ട് ചേച്ചി തൊട്ട് കഴിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ തൊട്ടടുത്ത് കടകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചേട്ടായാണെങ്കിൽ നല്ലോണം ദൂരെ പോയിട്ടാണ് എവിടുന്നോ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അതും അവർ കഴിക്കാൻ പോയ സമയത്ത് അവർ ഞങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നതാണ്. ചേട്ടായിക്ക് കുങ്കുമാലി എങ്ങാണ്ട് പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അവരും കഴിക്കാണ്ടാട്ടോ വന്നത്. അങ്ങനെ നമ്മൾ അതും കൂടി കഴിച്ചിട്ട് വേഗം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരോ കുട്ടികളായിട്ട് നമ്മൾ ഒരുക്കുന്നുണ്ട്. നമുക്ക് കുറേ കുട്ടികളെയാണ് കൂടുതലും ഒരുക്കാനുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് വലിയവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും നല്ല കുഞ്ഞു വാവുകളാട്ടോ, ഇച്ചിരിയേ ഉള്ളൂ. പക്ഷെ നല്ല അനുസരണയോടെ എല്ലാവരും തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ആദ്യമായിട്ട് കുട്ടികളെ ഇങ്ങനെ ഒരുപാട് ഒരുക്കുന്നതുകൊണ്ട് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ കണ്ണെഴുതുമ്പോഴാണ് ഏറ്റവും നമുക്ക് ടെൻഷൻ ആവുന്നത്. അവരിങ്ങനെ കണ്ണ് വെട്ടിക്കും, ശരിക്കും കണ്ണടയ്ക്കത്തില്ല, അങ്ങനെ കണ്ണ് തുറക്കും അങ്ങനെയൊക്കെ. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരുന്നു കേട്ടു. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാനും ചേച്ചി രണ്ടാളും കൂടെ ഒരുമിച്ചാണ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് നമ്മൾ ഹെയർ ചെയ്യാം അങ്ങനെയായിരുന്നു. പക്ഷെ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് ടൈം അങ്ങ് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും, ഒരാൾ മേക്കപ്പും ഒരാളും ഹെയറും ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 20-25 പേരോളം നമുക്ക് ഒരുക്കാനുണ്ടായിരുന്നു. 21 നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ വേറെ നമ്മൾ നോക്കിയപ്പോൾ കുറേ ആളുകൾ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പേരെ രണ്ടാളും കൂടി ഒരുക്കിക്കൊണ്ടിരുന്ന സമയം പോകുന്നുണ്ട്. ഞങ്ങൾ കടയിലും ഇങ്ങനെ തന്നെ ആട്ടും. ഞാൻ മേക്കപ്പ്, ചേച്ചി ഹെയർ അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അപ്പം വേഗം പരിപാടി തീരും. അവൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാവരും കാണാൻ നല്ല അടിപൊളിയായിരുന്നു, ക്യൂട്ടായിരുന്നു കേട്ടോ. അവരാണെങ്കിലും മിണ്ടാതെ എല്ലാത്തിനും നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എല്ലാവർക്കും തന്നെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സ് ആയിരുന്നു കേട്ടോ.
അതുകൊണ്ട് തന്നെ ഐ മേക്കപ്പ് നന്നായിട്ട് കാണുന്ന രീതിയിൽ വേണമായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക് ആണെങ്കിലും എല്ലാം നല്ല റെഡ് ഷെയ്ഡിൽ നന്നായിട്ട് വിസിബിൾ ആവുന്ന രീതിയിൽ വേണമായിരുന്നു ഇടാൻ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചെയ്ത ബേബി ആട്ടോ. എല്ലാവരുടെയും വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഭാവിയിലേക്ക് നമുക്ക് ഫുള്ള് ലുക്ക് ചെയ്തിട്ട് കിട്ടിയുള്ളൂ. അപ്പം വെട്ടുണ്ടായിരുന്ന സമയത്ത് കിട്ടിയവരുടെയൊക്കെ നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ ഒന്നും നമുക്ക് ശരിക്കും എടുക്കാനുള്ള സമയം കിട്ടില്ല കേട്ടോ. ആദ്യം ഒരുക്കിയവരുടെയൊക്കെ പിന്നെ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. വെട്ടുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ എങ്ങനെയോ എടുത്തു. നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഒരു 3 മണി ആയതുകൊണ്ട് പിന്നെ വേഗം ലൈറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും നല്ല വാലിട്ട കണ്ണും നല്ല കട്ടിയുള്ള കണ്ണും അങ്ങനെയായിരുന്നു വേണ്ടത്. നന്നായിട്ട് ഡാർക്കാക്കി എല്ലാവർക്കും എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു ട്രഡീഷണൽ ആയതുകൊണ്ട് കണ്ണ് നല്ല എടുത്ത് കാണണമായിരുന്നു. ചിലർക്കൊക്കെ ലാഷ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേരൻസ് ലാഷ് വേണമെന്ന് പറഞ്ഞവർക്ക് ലാഷ് നമ്മൾ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഹെയർ ചെയ്ത ചേച്ചിയാട്ടോ. അപ്പോൾ ഇവർക്ക് 2 or 3 റൗണ്ടായിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ഇതുപോലെ ട്രഡീഷണൽ, അത് കഴിഞ്ഞ് വേറെ തീമുണ്ട്. അങ്ങനെ 3 ഔട്ട്ഫിറ്റ് എങ്ങാണ്ട് ചേഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ചേരുന്ന രീതിയിലുള്ള മേക്കപ്പും ചെയ്യണമായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഔട്ട്ഫിറ്റ് വന്നപ്പോഴത്തേക്കും പിന്നെ എല്ലാവരുടെയും കണ്ണിൻ്റെ വാലെങ്ങും മായ്ച്ച് കളഞ്ഞു. ചെറിയ ചെറിയ ചേഞ്ച് വരുത്തിയിട്ടാണ് നമ്മൾ സെക്കൻഡ് ഔട്ട്ഫിറ്റിൽ മേക്കപ്പ് ചെയ്ത് കൊടുത്തത്. കാരണം ഫുള്ളായിട്ട് മേക്കപ്പ് ചെയ്യാനുള്ള സമയമില്ല. ഒരു ഔട്ട്ഫിറ്റ് ചേഞ്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു ചെറിയ ഗ്യാപ്പിൽ വേണം അടുത്ത ഔട്ട്ഫിറ്റിൽ മാറിയിട്ട് അവർക്ക് ചെല്ലാനായിട്ട്. അങ്ങനെ കുട്ടികളെ നമ്മൾ ഏറെക്കുറെ ഫസ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഒരുക്കി വിട്ടു കേട്ടോ. അപ്പോഴത്തേക്കും അടുത്ത ട്രിപ്പ് വലിയവർ നമ്മുടെ അടുത്ത് മേക്കപ്പ് ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് നന്നായിട്ട് ഫെയർ ആക്കണമായിരുന്നു. ഫെയർ ആക്കിയിട്ട് ഐസും നന്നായിട്ട് കട്ടിക്ക് വാലിട്ട് എഴുതണമായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ആട്ടോ ചെയ്ത് കൊടുത്തത്. എല്ലാവർക്കും തന്നെ നന്നായിട്ട് വാലിട്ട് കണ്ണ് എഴുതണമായിരുന്നു. ഫാഷൻ ഷോ എന്നൊക്കെ പറയുമ്പം കണ്ണ് നന്നായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യുന്നതിനിടയിൽ സ്റ്റേജിൽ നടന്നതൊന്നും കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഭയങ്കര ആഗ്രഹമായിരുന്നു കാണുമെന്ന്. പക്ഷെ ഒരുക്കുന്നതിനിടയിൽ ഇതൊന്നും നോക്കാൻ പോലും സമയം കിട്ടിയില്ല. ചേട്ടാണ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചത്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്യുന്നതും പെർഫോം ചെയ്യുന്നതും നടക്കുന്നതും. ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ഷോക്കാവും. അടിപൊളിയായിട്ടാണ് എല്ലാവരും ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും എനിക്കൊന്നും ആസ്വദിക്കാനായിട്ട് പറ്റില്ല. അവസാനം എനിക്ക് സമയം കിട്ടിയപ്പോഴാണ് ഞാൻ പിള്ളേരെയൊക്കെ കണ്ടത്. അതും ഒരു രക്ഷയില്ലായിരുന്നു. പിള്ളേരൊക്കെ നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ബോയ്സിനെ നമുക്ക് ഒരുക്കാൻ ഹെയർ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കുട്ടി കല്യങ്കാട്ട് നീലി ആ ഒരു സംഭവം കണ്ടാൽ തോന്നി യക്ഷിയോ അങ്ങനെ എന്താണ്. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്തപ്പോഴത്തേക്കും ചേച്ചി ആളുടെ ഹെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഒരുക്കി വിട്ട കുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് സെക്കൻഡ് ട്രിപ്പിന് വന്നിട്ടുണ്ട്. ഔട്ട്ഫിറ്റ് ചേഞ്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ അതിനനുസരിച്ച് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ടച്ചപ്പും ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പോയിട്ട് ബോയ്സിനെ ഒരുക്കുന്നുണ്ട്. ആ സമയമൊക്കെ ആയപ്പോഴത്തേനും ഭയങ്കര സ്പീഡായിട്ടോ. നിൽക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല. എല്ലാവരും പടപടയെന്ന് ഒരുക്കണമായിരുന്നു. ഞാൻ ഭയങ്കര സ്ലോ മോഷൻ ആളായിരുന്നു. പക്ഷേ ഈ ഒരു ഫാഷൻ ഷോ കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഔട്ട്ഫിറ്റിൽ ഒരുങ്ങിയ കുട്ടിയുടെ കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ പോയിട്ട് ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തിട്ട് വന്നു. നമുക്ക് സ്റ്റേജിൽ നിന്ന് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മൊമെൻറ്റോയും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങിയിട്ട് വന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് ജസ്റ്റ് പിള്ളേർക്ക് ഒന്നുകൂടെ ടച്ചപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അവർ ഒന്നും കൂടെ ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഔട്ട്ഫിറ്റിൽ അവരെ വേണ്ടവർക്ക് ഒന്നും കൂടി ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ അവിടെ പിന്നെ ഈ ഒരു മൊമെൻറ്റോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഞങ്ങളും കൂടെ പിന്നെ പോയിട്ട് ഒരുങ്ങിയിട്ട് വന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ശരിക്കും ആ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ ഇത് ലിയോണ ഫാഷൻസിൻ്റെ 2K24 ആ ഒരു ഫാഷൻ ഷോ ആയിട്ടോ. കിഡ്സിൻ്റെയും പിന്നെ വലിയവരുടെ എല്ലാവരുടെയും ഉണ്ട്. ശരിക്കും കിഡ്സാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നടത്തുമൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും കിഡ്സിൻ്റെ ഒരു സെക്കൻഡ് റൗണ്ട് എനിക്ക് കാണാൻ വേണ്ടി പറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് അവർ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നു കേട്ടോ. മൊമെൻറ്റോയും അതുപോലെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ ഫാഷൻ ഷോയൊക്കെ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും നമ്മളെ കൊണ്ട് പറ്റണ രീതിയിൽ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും ഒരുക്കിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും ആൾക്കാരെയൊക്കെ ഇത്രയും സ്പീഡിൽ ഒരുക്കാൻ പറ്റുക എന്നുള്ളത് ഒട്ടും പ്രതീക്ഷ കാര്യമല്ല. ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് ഓരോന്നും ചെയ്യണ ഒരാളാട്ടോ. പക്ഷെ അങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഇത്രയും സ്പീഡായിട്ടെല്ലാം ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷയില്ല. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റാണ് എനിക്ക് ശ്രീ ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്നത്. ആ ബെൽറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആട്ടോ. അത് വെച്ചിട്ട് ഞാൻ തന്നെ സ്റ്റൈൽ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ലൈഫിലൊരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് തന്നെ പറയാം. ഞാൻ മേക്കപ്പ് പഠിച്ചതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഫാഷൻ ഷോ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു കേട്ടോ. ചേച്ചിക്കും അതെ, ചേച്ചി ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഫാഷൻ ഷോ ആണ്. അങ്ങനെ നമ്മൾ രാത്രി ഒരു 12 മണിയെങ്ങാണ്ടായിട്ടോ ഇവിടെ നിന്ന് പോരുമ്പോൾ. 11:30 തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ലൊക്കേഷനൊക്കെ ഇട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം വരെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് തട്ടടയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ചെയ്ത ഒരു ഷോയുടെ ഫോട്ടോസൊന്നും നമുക്കിതുവരെ കിട്ടില്ല കേട്ടോ. നമ്മൾ കുറേ ദിവസം വെയിറ്റ് ചെയ്തു. പക്ഷെ ഇതുവരെ കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഞാൻ ചെയ്ത
വർക്കിൻ്റെ ഫോട്ടോസും വീഡിയോസും ഇടാനായിട്ട് ഇൻസ്റ്റയിൽ ജനൂസ് മേക്കേഴ്സ് പറഞ്ഞ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റയിലും ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു മെയിൻ ചാനലിൽ എല്ലാം കൂടി ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, മെയിൻ പേജിൽ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം വർക്കിൻ്റെ എൻക്വയറിക്ക് എല്ലാം ആ ഒരു ഇൻസ്റ്റാ പേജിലേക്കാണ് കേട്ടോ മെസ്സേജ് അയക്കേണ്ടത്. കാരണം മെയിൻ അക്കൗണ്ടിൽ ചിലപ്പോൾ ഞാൻ കാണത്തില്ല, ഒരുപാട് വന്ന് കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് മെസ്സേജ് അയക്കണമെങ്കിലും എനിക്ക് എൻ്റെ സെക്കൻഡ് ഐ ഡിയിലേക്ക് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.